സഫലമേ യാത്രയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ഉള്ളത് അലൈനിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി കേരളത്തിൻ്റെ സൽക്കാരത്തിൻ്റെ നാടായ കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിൽ നിന്ന് ഏതാണ്ട് 33 വർഷങ്ങൾക്ക് മുമ്പ് 1989 പ്രവാസ ജീവിതം ആരംഭിച്ച മുഹമ്മദ് റാഫിസാനാണ് നമുക്ക് ഹാർദവമായി അലൈക്കുസ്സലാം. നല്ല കോഴിക്കോട് ജില്ല സാർ. അതെ, കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആര് വന്നാലും അവരൊന്ന് സൽക്കരിച്ച് വിടുന്ന ഒരു നാട് കൂടിയാണ് കോഴിക്കോട്. അതെ, എല്ലായിടത്തുള്ള പോലെ തന്നെ അവിടെ കുറച്ച് കൂടുതലാണ്. എഴുത്തുകാരനായ അക്ബർ കക്കട്ടിലിൻ്റെ അയൽവാസിയാണ് ഞാൻ. പിന്നെ നാട്ടിൽ ചെറുപ്പകാലം മുതൽ ഉപ്പാൻ്റെ കൂടെ സഹായിയായി വണ്ടിയിൽ പോകും. ആ ടൈമിൽ ഉപ്പാക്ക് എന്തിൻ്റെ ബിസിനസ് ആയിരുന്നു? ഉപ്പാക്ക് ടാക്സി വണ്ടിയായിരുന്നു. ടാക്സി വണ്ടിയിൽ ഉപ്പാൻ്റെ കൂടെ ക്ലീനറായിട്ടായി പോകും, സഹായി ആയിട്ട്. അപ്പോൾ ചെറുപ്പത്തിലേ നമുക്കൊരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നൊരു ലക്ഷ്യം നമുക്കുള്ളിലെ തന്നെ ഉണ്ട്. അതെ, ചെറുപ്പത്തിലെ ഒരു സമ്പാദ്യശീലം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കണം, മറ്റാരും ആശ്രയിക്കാണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് നിൽക്കണം. അതെ, മറ്റുള്ളവരെ സഹായിക്കുന്നതല്ല, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ആരോടും ഒരു കൈകാട്ടി ചോദിക്കാത്ത രൂപത്തിൽ നമുക്ക് ജീവിച്ചു പോകണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. സാർ, കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? കുട്ടിക്കാലത്ത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പാറയിൽ LP സ്കൂളിൽ, പിന്നെ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഉണിയാറണ്ടി സ്കൂൾ, പിന്നെ വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പം സാർ, ഈ പഠനകാലം കഴിഞ്ഞ് നാട്ടിലെന്തായിരുന്നു? പഠനകാലം കഴിഞ്ഞപ്പോൾ +2 വരെ പോയി സ്കൂളിൽ. +2 കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉപ്പാൻ്റെ കൂടെ പോയപ്പോൾ വണ്ടിയിൽ നിന്ന് അവനക്ക് ഉപ്പ പൈസ തരും വൈകുന്നേരം. ആ പൈസ ഒക്കെ സ്വരൂപിച്ച് ഞാൻ ബാങ്കിൽ ഡിപ്പോസിറ്റ് FDI ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു 25,000 ഇന്ത്യൻ റുപ്പീസ് ഉണ്ടായിരുന്നു. അതൊക്കെ സ്വരൂപിച്ച് പുതിയ ഒരു ഡീസൽ ജീപ്പ് വാങ്ങി. അങ്ങനെ പുതിയ ഡീസൽ ജീപ്പും കൊണ്ട് നാട്ടിൽ നിന്ന് കളിച്ച് ഒരു 2 വർഷം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട് കുറച്ച് എകരമുള്ള സ്ഥലത്തായിരുന്നു. വണ്ടി അവിടെ വീട്ടിൽ കയറ്റി വെക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വണ്ടി വെക്കാൻ എൻ്റെ ഉപ്പാൻ്റെ അനുജൻ്റെ വീട്ടിലാണ് വണ്ടി വെക്കാറ്. അപ്പോൾ അവിടെ പോകുന്ന വഴിയിൽ പിന്നെ ഈ സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ബോർഡ് കണ്ടു. ആ ബോർഡ് ഞാൻ ഉപ്പാനോട് വന്ന് പറഞ്ഞ് അങ്ങനെ ആ സ്ഥലം വിൽക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പ പറഞ്ഞു, നമ്മുടെ അടുത്ത് എവിടെ നിന്നാണ് അത്രയും സ്ഥലം പൈസ വാങ്ങാൻ കാശ് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെങ്ങനെ എവിടെ എന്തെങ്കിലും ആക്കാം, നമുക്ക് എന്തായാലും നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപ്പ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് മൊയ്തുക്കാനോട് പോയി പറ എന്ന് പറഞ്ഞ് അങ്ങനെ മൊയ്തുക്കാനോട് പറഞ്ഞ് ഒരു ബ്രോക്കർ മൂപ്പരോട് പറഞ്ഞ് മൂപ്പർ വാങ്ങി തന്ന സ്ഥലം. അങ്ങനെ സ്ഥലം ജ്യേഷ്ഠൻ അന്ന് ഇവിടെ ഗൾഫിലുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ കുറച്ച് പൈസ സഹായിച്ച് പിന്നെ ബാക്കി ഞങ്ങൾ വണ്ടി വിറ്റു. പുതിയ ജീപ്പ് വിറ്റു. അന്ന് ഞാൻ വണ്ടി എടുക്കുമ്പോൾ 68,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 വർഷം കഴിയുമ്പോൾ വണ്ടീൻ്റെ കോസ്റ്റ് കൂടി 1.37 വരെ ആയി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കാര്യം ജീപ്പൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുന്തോറും അതിന്റെ വാല്യൂ കൂടും. അതെ, മാർച്ചിൽ ഇങ്ങനെ ഇതിന്റെ വാല്യൂഷൻ കൂടി വന്ന് അപ്പോൾ ബുക്കുമ്പോൾ കുറച്ച് കാശ് കൂടുതൽ കിട്ടി. ബാക്കി കാശ് ജ്യേഷ്ഠനും കൂടി അയച്ചു തന്ന്. ഇതൊരു 35 വർഷമുള്ള കേസാണ്. നമ്മൾ വീടെടുത്ത അവിടെ 35 വർഷമാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് സ്ഥലം അങ്ങനെ വണ്ടി വിറ്റ് സ്ഥലം വാങ്ങി. അപ്പോൾ ഫ്രീ ആയിരിക്കുമ്പോഴാണ് പിന്നെ ഗൾഫിലേക്ക് പോകണം എന്നുള്ളൊരു, ഇവിടെ വീടെടുക്കണം. പിന്നെ ഞങ്ങൾ തറവാട് സ്ഥലം കേളങ്കണ്ടിയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളെ ഒറിജിനൽ തറവാട്, കക്കട്ട് തന്നെ. അപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് എടുക്കണം, മണ്ണ് നീക്കി ഒരു ബിൽഡിംഗ് എടുക്കണം, ഇവിടെ ഒരു വീട് എടുക്കണം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഗൾഫിലേക്ക് പോകണം. ഒരു ആഗ്രഹവും ഒരു ലക്ഷ്യബോധവും കാര്യങ്ങളെല്ലാം ഉള്ളിൽ തന്നെ ഉണ്ട്. അതെ, ലക്ഷ്യബോധം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഗൾഫിലേക്ക് വരണമെന്ന് ആഗ്രഹം വന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാവാൻ ഒരു വഴികാട്ടി ആരായിരുന്നു? ഇങ്ങോട്ടേക്ക് ജ്യേഷ്ഠനാണ് എനിക്ക് വിസ അയച്ചു തന്നത്. ജ്യേഷ്ഠൻ വിസ അയച്ചു തന്നു. ഞാനിവിടെ വന്ന്
ആദ്യം ഫ്രീ വിസയിലാണ് ഇവിടെ വന്നത്. കക്കട്ടിൽ നിന്ന് കോഴിക്കോടിൻ്റെ അപ്പുറത്ത് വേറൊരു സ്ഥലം ഞാൻ പോയിട്ടില്ല. ഓക്കെ. അപ്പോൾ കോഴിക്കോടാണ് നമ്മളെ ഏറ്റവും വലിയ സിറ്റി. തീർച്ചയായിട്ടും. അന്ന് ഉപ്പാൻ്റെ കൂടെ ഞാൻ കോഴിക്കോട് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കോഴിക്കോടിൻ്റെ അപ്പുറം എവിടെയും പോകാത്ത ഞാനിവിടെ വന്നപ്പോൾ ഞാനിവിടെ ഒരു മഹാത്ഭുതത്തിൽ തന്നെയായിരുന്നു ഉള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ജ്യേഷ്ഠൻ്റെ വേറൊരാൾ പാർട്ണറും കൂടി അവിടെ ഒരു ചെറിയൊരു കഫ്റ്റീരിയ ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു ബന്ധവും കൂടി. അപ്പോൾ അവിടെ ചെറിയൊരു സഹായമായിട്ട് ഇങ്ങനെ ജോലി ചെയ്തു. സ്റ്റാർട്ടിങ് ടൈമിൽ ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ സാർ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ലൈസൻസും കീശയിൽ വെച്ച് ഇവിടുന്ന് അല്ലേൻ്റെ ബോർഡർ തൊട്ട് ബ്രേമീൻ്റെ ബോർഡർ അങ്ങേ ലാസ്റ്റ് വരെ നടന്ന് പോയിട്ട് ഓരോരോ കടയിലും വരുന്ന വണ്ടിക്കാരെല്ലാം കടയിൽ വരുന്ന വണ്ടിക്കാരൊക്കെ പിന്നെ ഡ്രൈവർ ലൈസൻസ് ഉണ്ട്, ജോലി കിട്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം അങ്ങനെയാണ് എനിക്ക് ബേക്കറിയിൽ ജോലി കിട്ടിയത്. അത് ഒരു വേക്കൻസിയിൽ 3 മാസത്തെ. അപ്പോൾ ജോലി കിട്ടുക എന്ന് പറയുന്നത് ജോലി അന്വേഷിച്ചാൽ മാത്രമേ കിട്ടൂ. പിന്നെ ജോലി എടുക്കാനുള്ള താല്പര്യം, എന്ത് ജോലിയും എടുക്കാനുള്ള ഒരു മനസ്സിനൊരു സങ്കല്പം എന്നല്ല, മനസ്സിനൊരു ഉറപ്പമാണ്, ശക്തിയാണ്. എനിക്ക് എന്തായാലും എനിക്ക് കാശുണ്ടാക്കണം, എന്ത് ജോലി ഞാൻ എടുക്കാം എന്നുള്ളൊരു തീരുമാനമാണ് മനസ്സിൽ. ഓക്കെ. ആ തീരുമാനമാണ് നമ്മളെ ഈ രൂപത്തിലെത്തിച്ചത്. തീർച്ചയായിട്ടും. അങ്ങനെ അതിനുശേഷം നമ്മൾ ആ ഡ്രൈവറായിട്ട് കയറി. അതിനുശേഷം എന്തായിരുന്നു എൻ്റെ ലൈഫിൽ? അതിനുശേഷം ഞാൻ പിന്നെ അവിടെ നിന്ന് അറബി വീട്ടിലേക്ക് ജോലിക്ക് മാറി. ബേക്കറിയിൽ നിന്ന് അറബി വീട്ടിലേക്ക് ജോലിക്ക് മാറി. ഈ അറബി വീട്ടിൽ ഞാൻ ഒരു 9 വർഷത്തോളം അറബി വീട്ടിൽ നിന്നു. 9 വർഷത്തോളം? അതിൽ 7 വർഷം ഒരു വീട്ടിൽ തുടർച്ചയായി നാട്ടിൽ പോകാതെ നിന്നു, നമ്മളെ സങ്കല്പങ്ങൾ ആവുന്നത് വരെ. ഓക്കെ. 7 വർഷം നാട്ടിലെ ഇടയ്ക്ക് പോലും പോയിട്ടില്ല? തീരെ പോകാതെ 7 വർഷം തുടർച്ചയായി കണ്ടിന്യൂസ് ആയി ഒരു വീട്ടിൽ നിന്നു. ഇവിടുത്തെ എമിറാത്തീസ് ആണെങ്കിൽ ഇവിടുത്തെ ലോക്കൽസ് പോലും തുടർച്ചയായിട്ട് ഒരു 5 വർഷം പോലും അവരുടെ നാട്ടിൽ നിൽക്കില്ല. ഇടയ്ക്ക് വെക്കേഷൻ എങ്കിലും പുറത്തോട്ടൊന്ന് പോയിട്ട് വരുമല്ലോ. പക്ഷേ ആ വീട്ടിൽ പിന്നെ ഒരു വലിയ ഫാമിലി വീടായിരുന്നു. അവർ നല്ല റോയൽ ഫാമിലി ആയിരുന്നു. അവിടെ ഞാൻ 7 വർഷത്തോളം അവിടെ 10-45 വണ്ടി തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ. 1, 2, 3 നമ്പറുള്ള വണ്ടികളുള്ള വീടായിരുന്നു. 13, 72, 76 അങ്ങനെയുള്ള നമ്പറുകളുള്ള മർച്ചഡീസ്, റേഞ്ച് റോവർ, BMW എന്നിവ കണ്ട അതുപോലത്തെ പുതിയ എല്ലാ ഫേമസ് വണ്ടികളുള്ള വീടായിരുന്നു. അവിടുത്തെ ഫുൾ വണ്ടീൻ്റെ ഫുൾ ഇൻചാർജും വീട്ടിലെ പർച്ചേസിൻ്റെ ഇൻചാർജും എൻ്റെ കയ്യിലായിരുന്നു. അവരെ വിശ്വാസം സ്ഥാപിച്ചു. അവനെ വളരെ വിശ്വാസമായി. 7 വർഷത്തിന് ശേഷം എനിക്ക് ഉപ്പ ചോദിച്ച്, ഞാനും എൻ്റെ വൈഫും മരിച്ചതിന് ശേഷം നിങ്ങൾ വന്ന് കല്യാണം കഴിക്കൂ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിനെ വല്ലാതെ കൊണ്ടു. അതിനുശേഷം കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിൽ പോയി. ഒരു 7 വർഷം നീണ്ട ഒരു തപസ്സിന് ശേഷമാണ് നമ്മുടെ നാട്ടിലോട്ട് എത്തുന്നത്. 7 വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിൽ പോയത്. അവരോട് ഞാൻ കല്യാണത്തിന് ലീവിന് ചോദിച്ചിട്ട് അവർ പറഞ്ഞ് ലീവ് 2 മാസമേ തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ എന്നെ ക്യാൻസലാക്കി തന്നു. അങ്ങനെ ക്യാൻസലാക്കി നാട്ടിൽ പോയി കല്യാണം കഴിച്ച് നാട്ടിലെ മൂത്ത മകളുണ്ടായതിനു ശേഷം ഞാൻ പിന്നെയും ഇവിടത്തേക്ക് വന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ രണ്ടാമത് പിന്നെയും തിരിച്ച് UAE വന്നിരുന്നു. പിന്നെ തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ 2 വർഷം ഒരു വീട്ടിൽ നിന്ന് അറബി വീട്ടിൽ നിന്ന് അവർ എയർപോർട്ടിൽ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരെ ഭർത്താവ് അവരെ ഒഴിവാക്കിയിരുന്നു. 2 കുട്ടികളും അവർ മാത്രം. അവരെ കൊണ്ട് എയർപോർട്ടിൽ വിട്ടാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. വേറെ ജോലിയൊന്നുമില്ല. പിന്നെ തിരിച്ച് 2 മണിക്ക് അവരെ തിരിച്ച് വീട്ടിലേക്ക് എടുത്ത് വരുമ്പോൾ വരെ എനിക്ക് ഫ്രീ ആണ്. അപ്പോൾ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് ഡീസൽ അടിച്ച് വണ്ടിയിൽ പെട്രോൾ അടിച്ച് ഞാൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കടയിൽ നോക്കി ഇങ്ങനെ നടന്നു. പല സ്ഥലത്തും ഇങ്ങനെ ഷോപ്പ് എവിടെ കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് ഇങ്ങനെ നല്ലൊരു ഏരിയ നോക്കി നടന്നു. അപ്പോൾ നമുക്ക് ബിസിനസ്സിലോട്ടുള്ള ഒരു വിഷൻ വന്നു. അപ്പോൾ ബിസിനസ്സിനെ പറ്റി അതിന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ബിസിനസ് ചെയ്യാനുള്ളൊരു പരിധി ഇപ്പോൾ സമയം ഓരോന്ന് ദൈവാധീനമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ വണ്ടി കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ കബീസിൽ ഈ സ്ഥലത്തെത്തി അല്ലൈൻ്റെ ഹൃദയഭാഗം ജവാസാത്ത് ബലദിയ എന്ന് നോക്കേണ്ട എല്ലാ സ്ഥലമുള്ള ഒരു അല്ലൈൻ്റെ ഹെഡ് നെഞ്ഞാണ് ഇവിടെ അവിടെയാണ് ഞങ്ങളിപ്പോൾ ഒരു സ്ഥാപനം വാങ്ങി അവനോട്. അത് ഉദ്ഘാടനം ചെയ്തത് അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി ഉസ്താദ് എന്ന അയാളാണ് ഈ കട എനിക്ക് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അന്ന് അയാൾ എനിക്ക് ഒരു 10 റുപ്യ എടുത്ത് തന്നെ. ഇപ്പോൾ എൻ്റെ പേഴ്സിലുണ്ട്. ഇനി എന്താക്കണ്ട, ഇത് ഞങ്ങൾ തുടങ്ങിക്കോ, ബാക്കി രക്ഷപ്പെട്ടു, പ്രശ്നമാക്കണ്ട, നല്ല ഭക്ഷണം എല്ലാവർക്കും കൊടുത്തേക്കും. അതിനുശേഷം എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ പടിപടിയായിട്ട് 1, 2, 3, 4, 5, 6, 7 സ്ഥാപനങ്ങളും അങ്ങനെ പല ബിസിനസ്സുകളുമായി മുമ്പോട്ട് ഇതുവരെ പോകുന്നു. ഓക്കെ. ഇപ്പം നമുക്ക് നിലവിൽ എന്തൊക്കെ സ്ഥാപനങ്ങളാണല്ലേ? ഇപ്പോൾ ബ്രേമിയിൽ ഒരു കഫ്റ്റീരിയ ഉണ്ട്. ഓക്കെ. ഇവിടെ ഒരു കഫ്റ്റീരിയ കബീസിയിൽ, പിന്നെ ഒരു ഗ്രോസറി, പിന്നെ നേമയിൽ ഒരു കഫ്റ്റീരിയ ഉണ്ട്, കഫ്റ്റീരിയ റെസ്റ്റോറൻറ്റ്, തീർച്ചയായും. പിന്നെ റിയൽ എസ്റ്റേറ്റ്
റിയൽ എസ്റ്റേറ്റ് പരിപാടി ഉണ്ട്. റിയൽ എസ്റ്റേറ്റിനുണ്ട്. അതെങ്ങനെയാണ് ഒരു ഡിവിഷൻ വന്നേ? റിയൽ എസ്റ്റേറ്റ് ആണ് നമ്മളെ ഒരു ജീവിതത്തിന് ഒരു വൈത്തരവ് വേറെ ഒരു ചേഞ്ചസിലേക്ക് മാറ്റിയത്. എങ്ങനെയാ? അതായത് കഫ്റ്റീരിയ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് മാത്രമാണ്. ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ തിരിച്ചു കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ റിയൽ എസ്റ്റേറ്റ് തുടങ്ങി. അപ്പോൾ ഈ വീട്, ഞാൻ താമസിക്കുന്ന വീട് ഫസ്റ്റ് ഞങ്ങൾ വേറെ, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഈ വീട് വാങ്ങുക, പാർട്ടീഷൻ ചെയ്യുക, വേറെ ആൾക്ക് കൊടുക്കുക, അങ്ങനെയാണ് തുടക്കം. അപ്പോൾ ഇതിന് വേറൊരാളെയും കൂടി പാർട്ണറാക്കി അങ്ങനെ ആർക്കറിയാവുന്ന അവർ പറഞ്ഞു തന്നു. അങ്ങനെ അതിൽ നിന്ന് തുടക്കം. പിന്നെ അവരുമായിട്ട് പാർട്ണർഷിപ്പിലും പിന്നെ വേറെ സ്വന്തമായും വേറെ ബിസിനസ് ആയിട്ട് റിയൽ എസ്റ്റേറ്റ് ഒന്ന് വിപുലീകരിച്ചു. അപ്പോൾ കൊറോണ കാലത്ത് മാത്രം കുറച്ച് ക്ഷീണം വന്നു. തീർച്ചയായിട്ടും. കാര്യം കോവിഡ് സമയത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ബിസിനസ് രംഗത്തായാലും മാനുഷിക രംഗത്തായാലും നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം, ഇതൊക്കെയാണ് നല്ല രീതിക്ക് എഫക്റ്റ് ആയത്. കാര്യം റിയൽ എസ്റ്റേറ്റ് മേഖല എനിക്ക് തോന്നുന്നു പലരും നമ്മുടെ റെന്റ് പോലും തരാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു കൊറോണ കാലത്ത്. പക്ഷേ നമുക്കിവിടെ അറബികൾ പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്തു. നമ്മളെ 3 സ്ഥാപനത്തിൻ്റെ റെന്റ് 6 മാസം റെന്റ് ഗവൺമെൻറ് റിട്ടേൺ ചെയ്താണ്. റിട്ടേൺ അല്ല, അവർ തന്നു, തിരിച്ചു തന്നു ബാങ്കിലേക്ക്, അക്കൗണ്ടിലേക്ക് നമുക്ക് തന്നു. പിന്നെ ലൈസൻസിന് 3 വർഷത്തേക്ക് ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുത്തു. 1000 അല്ല, ഒരു ലൈസൻസ് നമ്മൾ 1 വർഷത്തെ ചാർജ് കൊണ്ട് 3 വർഷത്തേക്ക് ലൈസൻസ് റിന്യൂ. ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നായിരുന്നു. ഗവൺമെന്റ് നല്ല രൂപത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായും കൊറോണ കാലത്ത്. ഇനി നമുക്ക് സ്ഥാപനങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ പേരെന്താ? ജബൽ മദീന കഫ്റ്റീരിയ റെസ്റ്റോറൻറ്റ്, പിന്നെ നൂർ ജബൽ മദീന ഗ്രോസറി, ജബൽ അൽ മദീന ഗ്രിൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്, ജബൽ മദീന കോഫി ഷോപ്പ്, ബ്രേമീൻ. ഇവിടെ അറബി ഫുഡാണ് നമ്മൾ കൂടുതലായിട്ടും ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. സാൻഡ്വിച്ചും ജ്യൂസും പിന്നെ അറബി ഡിഷസ് മാത്രം. അന്ന് മൊയ്തീൻ കുട്ടി ഉസ്താദ് പിന്നെ ഓറഞ്ചിൻ്റെ മിഷൻ വെച്ചിട്ട് ഫസ്റ്റിൽ ജ്യൂസ് അടിച്ചത് അവരാണ്. ആ ജ്യൂസ് ഇതുവരെ നമുക്ക് ബാക്കോട്ടേക്ക് പോകേണ്ടി വന്നിട്ടില്ല. ആ ജ്യൂസ് അടി ഇന്ന് വരെയും 24 hours ആയിട്ട് നമ്മൾ 24 hours ആണ് ഷോപ്പ്. അത്രയ്ക്ക് ഒരു ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട്. അവരുടെ ഒരു പൊരുത്തം, മനപ്പൊരുത്തം, അവരുടെ ഒരു ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തന്ന ആ ഒരു അംഗീകാരം തീർച്ചയായിട്ടും അതിന്നും നിലനിൽക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഈ ഒരു ബിസിനസ് രംഗത്താണെങ്കിൽ, ഇപ്പോൾ ഹോട്ടലാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ഗ്രോസറി ആണെങ്കിലും നല്ലൊരു കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ്. ആ ഒരു കോമ്പറ്റീഷനുള്ള ഒരു മേഖലയിൽ നമ്മുടെ സ്ഥാപനം എങ്ങനെയാണ് നമ്പർ 1 ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡ് ഇപ്പോൾ ഒന്നും ഒരു രാജ്യത്തും ഇല്ല. എല്ലാ സ്ഥലത്തും കോമ്പറ്റീഷനാണ്. ഇപ്പം മനുഷ്യനോട് കോമ്പറ്റീഷനാണ് തീർച്ചയായിട്ടും. അപ്പോൾ ബിസിനസ്സിലെ കാര്യം പിന്നെ ഒന്നും പറയണ്ടില്ലല്ലോ. കോമ്പറ്റീഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ കോംബോ മീൽസ് ഓഫർ വെച്ചിട്ട് പല ഓരോരോ ഡിഷസ് എല്ലാവരും കോംബോ ഓഫേഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട്, അപ്പോൾ അത് കസ്റ്റമർ അത് താല്പര്യമുണ്ട്. ഒരു ഡിഷസ് കഴിക്കുമ്പോൾ ഒരു ചെറിയ പൈസക്ക് പിന്നെ 2 ആൾക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു രൂപത്തിലുള്ള കാര്യം. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും കണ്ടു. കാര്യം ഞാൻ ഇവിടെ വന്ന് നമ്മുടെ പ്രൈസ് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ തന്നെ മറ്റേതൊരു സ്ഥാപനങ്ങളും കിട്ടുന്നതിനെക്കാട്ടി നമുക്ക് നല്ലൊരു ലോ കോസ്റ്റിന് നല്ലൊരു ഫുഡ് ക്വാളിറ്റിയിലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് കച്ചവടത്തിന് ഇതുവരെ ഒരു ക്ഷീണം വന്നിട്ടില്ല. കൊറോണ വന്നിട്ടും മറ്റുള്ള കാര്യങ്ങൾ വന്നിട്ടും അല്ലേ വേറെ ബിസിനസ് ഡൗൺ ആവുക, എല്ലാവരും പറയും മാസം ഫസ്റ്റിൽ കച്ചവടം, മാസം ലാസ്റ്റ് കച്ചവടം കുറവ്. പക്ഷെ നമുക്ക് ഒരേ ലെവലിലുള്ള ഒരു കച്ചവടം, നമ്മളെ ആ മീൻ ഇട്ടാലും ഒരു ഇറക്കമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, 2000 അന്ന് ഞാൻ സ്ഥാപനം തുറന്നത് മുതൽ പിന്നെ പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കയ്യിൽ കാശില്ലാണ്ടോ വേറെത്രയോട് കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. അത് ദൈവത്തിൻ്റെ ഒരു സങ്കല്പം എന്നല്ല, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ എപ്പോഴും ദൈവത്തോട് രാവിലെ ഇവിടുന്ന് എണീറ്റ് പോകുമ്പോൾ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ രാത്രി ഇവിടുന്ന് വന്ന് കിടന്നാലും നാളെ രാവിലെ എണീക്കാനുള്ള ശക്തി നമ്മൾക്ക് തരണേ എന്നും പറഞ്ഞാൽ അതും പ്രാർത്ഥിക്കും. ദൈവം എപ്പോഴും പ്രാർത്ഥന വേണം. തീർച്ചയായിട്ടും ദൈവത്തിനോട് നമ്മൾ എപ്പോൾ എന്ത് ചോദിക്കുന്നോ 10 പ്രാവശ്യം ചോദിച്ചാൽ 1 പ്രാവശ്യം തിരിച്ചു തരും. ഏതൊരു സ്ഥാപനത്തിന്റെ വിജയമായാലും അവിടുത്തെ സ്റ്റാഫുകളുടെ മനസ്സറിൻ്റെ ഒരു സപ്പോർട്ടാണ്. സ്റ്റാഫുകളും റിലേഷൻഷിപ്പ് വെച്ചാൽ സ്റ്റാഫ് കഴിക്കുന്ന ഭക്ഷണം തന്നെ ഞാൻ കഴിക്കും. എൻ്റെ വൈഫ്, എൻ്റെ കുട്ടികളൊക്കെ സ്റ്റാഫ് ഞാളും ഒരേ ഭക്ഷണം കഴിക്കും. ഒരേ കറിയും ഒരേ പാത്രത്തിൽ നിന്ന് ചോറും എടുത്തിട്ട് കഴിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളെ സ്വാധീനിച്ച് മറ്റൊരു വ്യക്തികളെന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളാണ്. സാറിൻ്റെ ലൈഫിൽ സാറിൻ്റെ മാതാപിതാക്കൾ എത്രത്തോളം സ്വാധീനം നൽകുന്നുണ്ട്? പിതാവ് എന്ന് പറഞ്ഞാൽ എന്നെ ചെറുപ്പം മുതലേ തന്നെ ഒരു തൊഴിൽ രംഗത്തേക്ക് ഇറക്കി, തൊഴിൽ രംഗത്തെ പഠിപ്പിച്ചതെന്ന് അത് വലിയൊരു ദൈവാധീനമാണ്. രണ്ടാമത് എൻ്റെ ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു ഉപ്പ.
ഞാൻ കക്കട്ടിൽ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് നേരെ താഴെയാണ് എൻ്റെ വീട്. ഓക്കെ. അപ്പോൾ ഉപ്പയും ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുമ്പോൾ ഉപ്പ എൻ്റെ ചോല് കൈയിട്ടിട്ടാണ് പോവുക. അപ്പോൾ ചില ആൾ ചോദിക്കും, നിങ്ങൾ പിന്നെ ഈ റാഫീൻ്റെ ഒക്കെ ചോലിൽ കയ്യും കെട്ടി നടന്നാൽ നിങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോലെ. അപ്പോൾ ഉപ്പ പറഞ്ഞ ഉത്തരവോ, എൻ്റെ കൂടെ അവൻ ചോലിൽ കെട്ടി നടന്നാൽ അവൻ സിഗരറ്റ് വലിക്കുന്നവൻ്റെ കൂടെയോ അല്ലെങ്കിൽ കള്ളുടിക്കുന്നവൻ്റെ കൂടെയോ എക്സാക്ട്ലി അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ഷീട്ട് കളിക്കുന്നവൻ്റെ കൂടെയോ പോകില്ലല്ലോ. എൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ എന്നെ ചോലി കയറ്റി വരുന്ന വീട്ടിലേക്കല്ലേ പോകും, വേറെ എവിടെയും പോകില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൂട്ടി പോകുന്നതാണ്. അപ്പോൾ അത്രയും ഉപ്പാൻ്റെ അടുത്ത് കൺട്രോൾ ഉണ്ടായിരുന്നു. ഉപ്പയുടെ പേര് കുഞ്ഞമ്മദാജി. നമ്മുടെ ഉമ്മയുടെ പേര് മറിയം. മറിയം. പിന്നെ അത് മാത്രമല്ല സാറിന്റെ ബിസിനസ് സൈഡിൽ നമുക്ക് മറ്റൊരു ഉമ്മ നമ്മളെ മൊത്താണ്. ഓക്കെ. ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. ഉപ്പ നമ്മളെ മരിച്ചു പോയിന്. ഉപ്പ മരിച്ചിട്ട് ഇപ്പോൾ 15 വർഷമായി. അപ്പോൾ നമ്മളെ ഈ ഒരു അവസ്ഥ എത്തുമ്പോൾ, ഈ ഒരു ലെവലിൽ നമ്മൾ എത്തുമ്പോൾ ഉപ്പ ജീവിച്ചിരിപ്പില്ലാലോ എന്നുള്ള ഒരു സങ്കടം അത് നമ്മളെ മനസ്സിൽ വല്ലാതെ അലട്ടുന്ന സംഗതിയാണ്. നമ്മൾ കിടക്കുമ്പോൾ ഒക്കെ ആലോചിക്കും, അയ്യോ ഈ ഒരു അവസ്ഥ ഉപ്പാക്ക് കാണാനായില്ലല്ലോ. തീർച്ചയായും ഇന്നത്തെ ലെവലിൽ നമുക്ക് ഉപ്പാക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇങ്ങനെ ഒരു ലെവൽ ആണോ എന്നുള്ള ഉപ്പാനോട് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ ഒരു ലെവലിൽ നമുക്ക് എത്താൻ സാധിച്ചെങ്കിലും ആ ലെവലിൽ കാണിച്ചു കൊടുക്കാനുള്ള ഉപ്പ ഇല്ലാണ്ടായി, അത് കാണാനുള്ള ഒരു ഭാഗ്യം ഉപ്പാക്കില്ലാണ്ടായി. പക്ഷെ ഉമ്മ ഉണ്ട്. ഉമ്മയും വളരെ കഷ്ടപ്പെട്ടിരുന്നു. നമ്മളെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്തും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉപ്പാനെ ഒരു സപ്പോർട്ടായിട്ട് ഉമ്മയുണ്ടായിരുന്നു. അന്ന് ആട്ടിനെ പോറ്റും. അപ്പോൾ ആട്ടിനെ പോറ്റിയാൽ പാല് കറന്നിട്ട് ഹോട്ടലിൽ കൊടുത്താൽ പൈസ കിട്ടും. അപ്പോൾ ചിലവിന് കുറച്ച് പൈസ ഉമ്മാക്ക് കിട്ടും. ഈ വണ്ടി ഓടിയാൽ ചിലരിപ്പം എവിടെയെങ്കിലും ചളിയിൽ പോയി താണാൽ അന്ന് പിന്നെ വണ്ടി ഓടാനാവില്ല. അന്ന് പിന്നെ എന്തെങ്കിലും കേടായിക്കുണ്ടാവും. അപ്പം അന്ന് ചിലവിനുണ്ടാവില്ല. ഒരു 50 വർഷം മുമ്പേ ഒന്നും വണ്ടിക്ക് കേടായെന്ന് വെച്ചാൽ അത് 1-2 ദിവസം കഴിഞ്ഞ് കോഴിക്കോട് പോയി കൊട്ടക്കാരടുത്ത് പോയി സാധനം ആയിക്കൊണ്ടിട്ടില്ല നന്നാക്കേണ്ടി വരും. പെട്ടെന്നൊന്നും ഇവിടെ പോലെ പാർട്സ് ഒന്നും പെട്ടെന്നൊന്നും കിട്ടൂല. പഴയ പെട്രോൾ ജീപ്പിൻ്റെ പാർട്സ് ഒക്കെ കിട്ടേ. അപ്പോൾ 2-3 ദിവസം ഒരാഴ്ചയിലും ചിലപ്പോൾ വണ്ടി വർഷാപ്പിലാണെങ്കിൽ അതിന് പൈസ വേണ്ടി വരും കുറേ. ചുറ്റുപാടുകൾ അന്നത്തെ പോലെ ഇന്നത്തെ പോലത്തെ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അന്നേരം ഉമ്മാൻ്റെ പാല് വിറ്റ പൈസയിലും കൊണ്ട് കുറേ ചിലവ് പോയി. അപ്പോൾ ഉമ്മയൊരു സപ്പോർട്ടായിരുന്നു അന്ന് കുടുംബത്തിന്. നമുക്കൊരു മാതൃക ഉമ്മയും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ. കാര്യം ഉപ്പനെ പോലെ തന്നെ ഉമ്മയും ആ ഒരു ടൈമിൽ നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാറിൻ്റെ ബിസിനസ് ലൈഫിലും കൂടെ നമ്മൾ മറ്റൊരു സപ്പോർട്ട് നമ്മൾ പാർട്ട്ണർ എന്നും കൂടെ പറയുന്ന സാറിൻ്റെ ബ്രദറാണ്. ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉപ്പ മരിച്ചതിന് ശേഷം ഉപ്പാൻ്റെ സ്ഥാനത്ത് ജ്യേഷ്ഠനാണ് ഒന്ന്. രണ്ടാമത് ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തും ജ്യേഷ്ഠനാണ്. പിന്നെ മൂന്നാമത് പാർട്ണർ എന്ന നിലയിലും ജ്യേഷ്ഠനാണ്. ഈ ഒരു കണ്ടീഷനിൽ ഇവരായിട്ട് എങ്ങനെ ഒത്തുപോകുന്നെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഞങ്ങൾ. ബ്രദറിൻ്റെ പേര്? എൻ്റെ പേര് ബഷീർ, മുഹമ്മദ് ബഷീർ. സാറിൻ്റെ ലൈഫിൽ സാറിൻ്റെ വൈഫ് ബിസിനസ് രംഗത്തായാലും പേഴ്സണൽ ലൈഫിലായാലും എത്രമാത്രം സപ്പോർട്ട് നൽകുന്നുണ്ട്? വൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു. കാരണം പിന്നെ അവർ ആദ്യം നാട്ടിലായിരുന്നു. ഇപ്പോൾ ഒരു 16 വർഷമായിട്ടും എൻ്റെ കൂടെ തന്നെ. അതിൽ ഒരു 24 മണിക്കൂറിൻ്റെ അകത്ത് ഒരു 18 മണിക്കൂർ 16 മണിക്കൂർ നമ്മളൊപ്പം തന്നെയെന്ന് പറയാനാണ്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗം അവരെന്താണെന്നുണ്ട് സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ഒരു കടയിലുള്ള രാത്രിയിലുള്ള കണക്കുകളോ കാര്യങ്ങളൊക്കെ അവർ പോയിട്ട് അവർ എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് ഇവിടുന്ന് കടയിലുള്ള സ്റ്റാഫിനോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടെല്ലാം ഞാനെന്തെങ്കിലും കാര്യത്തിൽ സംസാരിക്കുക മറ്റെന്തെങ്കിലും തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് സോൾവ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് ഒരു വലിയ സപ്പോർട്ടാണ്, നമുക്ക് ഒരു വലിയൊരു ഗുണം തന്നെയാണ്. വൈഫിൻ്റെ പേര്? വൈഫിൻ്റെ പേര് നസീറ. മക്കൾ 2. അവരുടെയൊക്കെ പേരുകൾ എന്ത് ചെയ്യുന്നു? ഒന്ന് റാഫിന റസ്മിൻ, അവള് MBBS. പിന്നെ 2 മുഹമ്മദ് റിസ്വാൻ, ദാറുൽ ഹുദയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മകള് നാട്ടിലാണ്. ഇവൻ ഇവിടെ നമ്മളെ ചെറിയ ഒരു ഹെൽപ്പൊക്കെ ചെയ്ത് സ്കൂൾ വിട്ട് വന്നാൽ ഒന്ന് കടയിലൊക്കെ നിന്ന് നിസ്കരിക്കാനൊക്കെ നിന്ന് കുറച്ച് ചേർപ്പും. പിന്നെ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഒരു ചെറിയ ഒരു പാഠം നമ്മൾ പുള്ളിനെ പഠിപ്പിച്ചു. അവന് ഒരു ഷോപ്പ് ഇപ്പം കൊണ്ടുപോകാനുള്ള ഒരു യുക്തി 15 വയസ്സായിട്ടുള്ള. സാറിൻ്റെ ഇത്രയും വർഷത്തെ ഈ ഒരു 33 വർഷത്തെ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്? ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് ഈ നാട്ടിൽ ജനങ്ങളോടാണ്. ഈ നാട് നമ്മളെ സ്വീകരിച്ച് ഇവിടെ നമ്മൾ കഫ്റ്റീരിയൻ്റെ സ്ഥാനം ഭക്ഷണങ്ങൾ അംഗീകരിച്ച്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഞാൻ ഈ രൂപത്തിലെത്തിയത്. എനിക്കിനി ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, സഫലമി യാത്ര വന്ന് അതിലും എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേങ്കിൽ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, മക്കത്ത് പോയിട്ട് ഒരു ഹജ്ജ് ചെയ്യണം. എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെല്ലാം കൂട്ടിയിരുന്നത് ഉംറക്കൊക്കെ പോയിട്ടുണ്ട്. 2 പ്രാവശ്യം ഉംറക്ക് പോയി.
ഓക്കെ 3 പ്രാവശ്യം പോയി. ഒരു പ്രാവശ്യം ഞാനും ജ്യേഷ്ഠനും എൻ്റെ പെങ്ങളെ ഭർത്താവും കൂടി പോയി. ഓക്കെ. പിന്നെ ഒരു പ്രാവശ്യം ഞാനും വൈഫും കുട്ടികളൊക്കെ പോയി. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളെൻ്റെ മകനും പോയി. ഓക്കെ. പിന്നെ കടയിൽ നിന്ന് 2 സ്റ്റാഫിനെ എൻ്റെ വക ഫ്രീ ആയിട്ട് കൊണ്ടുപോയി. 2-3 പ്രാവശ്യമായിട്ട് സ്റ്റാഫിനെ വെറുതെ അയച്ചു. പിന്നെ കാസിം കോയ തങ്ങൾ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു നമ്മളിവിടുന്ന് കൊണ്ടുപോയത്. അവരോട് ഞാൻ പറഞ്ഞു, തങ്ങളെ എനിക്ക് പിന്നെ ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാനൊരു ഇവിടെ നിന്നോട്ടെ. എന്നോട് നിന്നോ, പ്രശ്നമില്ല, റൂമിൻ്റെ റെൻറ്റും ബസ്സിൻ്റെ പൈസ കഴിഞ്ഞ് കൊടുത്തോ, ഇവിടെ നിന്നോ. അങ്ങനെ 1 മാസം ഞാൻ മക്കത്ത് നിന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹീതമായ ഒരു അനുഭവവും അനുഗ്രഹീതമായ ഒരു സമയമായിരുന്നത്. 1 മാസം കംപ്ലീറ്റ് മക്കത്ത് ഹറമിൽ നിൽക്കാൻ സാധിച്ചു. കാബ ഷെരീഫ് ഇങ്ങനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഇരിക്കാൻ സാധിച്ചു. 20 ദിവസത്തോളം 10 ദിവസം മദീനയിലായിരുന്നു. 20 ദിവസം എല്ലാ ദിവസവും 5 വക്തും അവിടെ പോയി പള്ളിയിൽ ഇങ്ങനെ പോയിരുന്ന് ഇങ്ങനെ കാബ ഷെരീഫ് ഇങ്ങനെ കണ്ണും നോക്കിയാൽ തന്നെ പുണ്യം കിട്ടുമെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ അവിടെ പോയി ഇരിക്കാനുള്ള ഒരു ഭയങ്കരമായൊരു ഭാഗ്യം എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എൻ്റെ സാറിന് അറിയാം, പ്രവാസ ജീവിതം തേടി ഒട്ടനവധി യുവതലമുറ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കണമെന്നൊരാഗ്രഹം കൊണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു ജോലിക്ക് വന്ന് മുന്നേറണം എന്നുള്ളൊരു ലക്ഷ്യബോധത്തു കൂടി വരുന്ന യുവതലമുറയോട് സാറിൻ്റെ ഇത്രയും വർഷത്തെ ജീവിതാനുഭവത്തിൽ സാറിന് എന്താ മെസ്സേജാണ് നൽകാനുള്ളത്? യുവതലമുറയോട് പറയാനുള്ളത്, നമ്മൾ ഒന്ന് സത്യസന്ധതമാണ്. ആരെയും തോപ്പിക്കരുത്. തോപ്പിച്ചോല ആരും വിജയിച്ചിട്ടില്ല, കണ്ടിട്ടില്ല ഇവിടെ. ആ ഈ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും കാര്യം സത്യസന്ധതയോട് കൂടി ഈ ഒരു മണ്ണിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മണ്ണ് ഉയർച്ച മാത്രമേ ഉണ്ടാവും. പക്ഷെ ആരെ തോപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് എന്തായിട്ടില്ല, ഓല് നല്ല നിലയിൽ ഇവിടുന്ന് പോയതായിട്ടുള്ള ചരിത്രം ഇല്ല. ആ ഒരു മണ്ണ് റസൂലുള്ള ചവിട്ടിയ മണ്ണാണെന്ന് അയാൾ പറയാം. ഈ മക്കം മുതൽ ഇവിടെ അറബികൻ കൺട്രികളിലെല്ലാവരും റസൂലും സഹാബികളും ചവിട്ടിയ മണ്ണാണ്. ഈ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആരെയും പറ്റിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് കളയാന്ന് ആരും വിചാരിക്കണ്ട, നടക്കൂല. എന്തെങ്കിലും ഒരു ദിവസം ആ ഉയർച്ചക്ക് താഴ്ച ഉണ്ടാവും. പിന്നെ യുവതലമുറയോട് പറയേണ്ടത്, നമ്മളെന്താക്കോ ഒരു സങ്കല്പം ഉണ്ടാക്കിയിട്ട് ആ സങ്കല്പത്തിനനുസരിച്ച് ഡ്രീം, സ്വപ്നം ഉണ്ടാവുക. ഒരു സ്വപ്നം കണക്കൂട്ടുക, സ്വപ്നത്തിനനുസരിച്ചിട്ട് നീങ്ങുക. ആ സ്വപ്നം ആദ്യമായിട്ടൊരു കണക്കൂട്ടൽ സ്വപ്നം ഉണ്ടാക്കി അതിനനുസരിച്ച് നീങ്ങിയാൽ അവൻ രക്ഷപ്പെടും. ഈ പറഞ്ഞ അടിസ്ഥാനമാണോ തോപ്പിക്കലില്ല എന്നുള്ള സത്യസന്ധമായി ഒരു സ്വപ്നം കണക്കൂട്ടി പോയാൽ അവൻ രക്ഷപ്പെടും. പിന്നെ എന്ത് ജോലിയും ചെയ്യാനുള്ള ചങ്കൂറ്റവും മനസ്സും വേണം. അത് വേണം. ഞാനത് എങ്ങനെയാ അത് ചെയ്യാം എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവാൻ പാടില്ല. എന്ത് ചെയ്യാനും അതിനുള്ള ഒരു മനക്കരുത്തുമാണ്. സാറിൻ്റെ ലൈഫിലെ ഇനി ഫ്യൂച്ചർ വിഷൻ, ഇനി മുന്നോട്ടേക്ക് എന്തൊക്കെയാണ് പ്ലാൻസ്? ഫ്യൂച്ചറിൽ പിന്നെ 2 വർഷം കൂടി മകളെ കല്യാണം കഴിക്കണം. അപ്പം 2 വർഷം കൂടി ഇവിടെ നിൽക്കണമെന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട് തന്നെ. 2 വർഷത്തിന് ശേഷം 2 വർഷത്തിന് ശേഷം ഒന്ന് നാട്ടിലെല്ലാം പോയി ഒന്ന് റെസ്റ്റെല്ലാം എടുക്കുക. പിന്നെ ഗൾഫ് എന്ന് പറയുന്നത് തീരെ വിട്ടു പോകാനാവില്ല. പിന്നെ നാട്ടിൽ പോയി കുറച്ച് മകളെ പിന്നെ ഡോക്ടറിലാണ്, അപ്പോൾ കുറച്ച് പാവപ്പെട്ടവർക്കെല്ലാം എന്തെങ്കിലും സഹായങ്ങളും കാര്യങ്ങളൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടാത്തവരെല്ലാം ഒന്ന് കാണിക്കുവാനും പിടിക്കുവാനുള്ള സാമ്പത്തിക ഭദ്രത ഇപ്പം തൽക്കാലം ഒക്കെ കഴിയാനുള്ളതും ഓരോരുത്തും കാര്യങ്ങളിലും കുറിക്കാൻ ചിലവിനുള്ള എല്ലാം തൊഴിലായില്ലേ. അപ്പോൾ കുറച്ച് ജനങ്ങൾക്കെല്ലാം പാവപ്പെട്ടവർക്കെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയണം, അവരോട് ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥിതിയും. പിന്നെ ഇവിടെ വിട്ട് തീരെ പോവുക എന്ന് പറയുന്നത് ഈ മണ്ണിനോട് ഒരാൾക്ക് ഒരു കാന്തശക്തിയുള്ള മണ്ണാണിത്. ഞാനൊരു പ്രാവശ്യം തിരിച്ച് പോയതാണ്. 7 വർഷം നാട്ടിൽ നിന്ന് ഇവിടുന്ന് ക്യാൻസലായി പോയപ്പോൾ അന്ന് ഞാൻ ഇവിടെ ഒഴിവാക്കി, ഈ ഭൂമി ഒഴിവാക്കി പോയതാണ്. പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് വന്നില്ലേ. പക്ഷെ വന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആരുടെ സമയം എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. ഓരോ ലൈഫിലും ഓരോ ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. ആ ഒരു ടേണിംഗ് പോയിന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതെ, എപ്പോഴും നമ്മൾ ആ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. സമയം നമ്മൾ ഉണ്ടാക്കണം. എൻ്റെ സമയം വരും, എൻ്റെ ചാൻസ് വരും എന്ന് വെച്ചിട്ട് നമ്മൾ കാത്തു നിൽക്കാൻ പാടില്ല. നമ്മളെ സമയം നമ്മൾ ഉണ്ടാക്കണം. നമുക്കൊരു സമയം ഇപ്പം വരുമല്ലോ അന്നേരം എൻ്റെ കാലം വരുമ്പോൾ ചവിട്ടായി നേരം നമ്മൾ ഓടിപ്പോയി പന്ത് പിടിച്ചാലാണ്. അതുപോലെ നമ്മൾ സമയം ഉണ്ടാക്കിയിട്ട് പോന്തി കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു സംഗതിയിൽ ആരോടെങ്കിലും അങ്ങ് കൂടിക്കൊടുക്കുക, ചെറിയൊരു പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയോ
അങ്ങനെ ഇപ്പോൾ നമ്മളെ കടയിൽ തന്നെ എത്രയോ സ്റ്റാഫുകൾ വന്നു, എത്രയോ ആൾക്കാർ പോയി, അതിൽ എത്രയോ മുതലാളിമാരായി. നമ്മൾ പിടിച്ചു നോക്കൂല ആരെയും. കാരണം എന്തുകൊണ്ട്, ഒരു തൊഴിലാളി മാത്രമായി ഒരാൾ ഇവിടെ നിന്നെന്ന് വെച്ചാൽ ഓനൊരിക്കലും വിജയിക്കൂല. ഓൻ്റെ ജീവിതത്തിൽ മനക്കോട്ടകളുണ്ടാവും. അപ്പോൾ ഓനെ നമ്മളെന്താണ് തുറന്നു വിടണം. തുറന്നു വിട്ടാലാണ് ഓനെന്താവും രക്ഷപ്പെടും. നമ്മൾ പിടിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ അവനെ നമ്മൾ കൂട്ടിലിട്ടാകുമ്പോൾ അവൻ്റെ ഭാവി നമ്മൾ നഷ്ടപ്പെടുത്താണ്. നമ്മളൊരിക്കലും ഒരു സ്റ്റാഫിനെ തന്നെ നമ്മളെന്താക്കി ഒരിക്കലും നമ്മൾ പിടിച്ച് വെച്ച് കൊണ്ടുപോയി കളയുക എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കുകയും ചെയ്യരുത്, അവരോട് നിപ്പിക്കുകയും ചെയ്യരുത്. അവർക്കൊരു സാധനത്തിന് കൊടുത്തിട്ട് പുറത്തേക്ക് വിട്ടുക എന്നുള്ളൊരു തീരുമാനം എടുക്കണം. സർ, സാറിൻ്റെ ബ്രദറിനെ പറ്റി പറഞ്ഞായിരുന്നു. സാറിൻ്റെ ബാക്കി സഹോദരികളെ കുറിച്ച്? സഹോദരിമാർ 4, മൂത്തത് ഒന്ന്, പിന്നെ രണ്ടാമത് ജ്യേഷ്ഠൻ, മൂന്നാമത് പിന്നെ ഒരു സിസ്റ്റർ, പിന്നെ ഞാൻ, പിന്നെ എൻ്റെ ഇളത് 2. ഓക്കെ. അവർ 2 ഇവിടെ, ഒരാൾ ബനിയാസിലും അബുദാബിയിൽ, പിന്നെ മറ്റേവൾ ഇവിടെ ഷാർജയിലുണ്ട്. ഷാർജയിലാണ്. ആ, ഓക്കെ. അവരുടെയൊക്കെ പേരുകൾ? മൂത്തവളെ ജമീല. അവർക്ക് 3 കുട്ടികൾ, ഒരാണും 2 പെണ്ണും. അവളെ മൂത്ത കുട്ടി എൻ്റെ നേമയുള്ള കടയിൽ അവനാണ് നോക്കുന്നത്. ഓക്കെ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. ഫാമിലി ഒരു ബിസിനസ് രംഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെ, അവരെയൊക്കെ കൊണ്ടുവന്ന് ഒരു കരകയറ്റാൻ പറ്റി. തീർച്ചയായും നമ്മളെ കുടുംബത്തിൽ കുറേ ആൾക്കാരും അതുപോലെ തന്നെ അവരെയും എല്ലാം ഒരു കുറച്ച് രൂപത്തിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. ഓക്കെ. പിന്നെ രണ്ടാമത്തത് പിന്നെ സുഹറ, അവളെ 2 കുട്ടികൾ, അവർ നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ അഞ്ചത്തി ഷെമി, അവരുടെ 2 ആണ്, 1 പെണ്ണ്. അവരുടെ ഒരാൾ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, മകൻ. ഒരാൾ പിന്നെ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒളിവിടെ തന്നെ ജനിച്ചതാണ്, ഒളിവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു പെൺകുട്ടി പഠിക്കുന്നുണ്ട്. പിന്നെ നൂർജഹാൻ അത്ത, ഷാർജ അത്തയിലാണുള്ളത്. സാറിന് ബിസിനസ് രംഗത്ത് സാറിന് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം മറ്റ് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിട്ട് നൽകാനുണ്ടോ? ഈ കച്ചവടം എന്ന് പറയുന്നത് അള്ളാഹു തന്ന ഒരു നിയമത്താണ്. അത് നമ്മൾ തഖ്വയോടുകൂടി ചെയ്യണം, എന്നാൽ മാത്രമേ അത് നിലനിൽക്കൂ. അത് പ്രത്യേകിച്ച് കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കടമയാണ് നമുക്ക്. സൂസാൻ്റെ വരാനിരിക്കുന്ന ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും ഫ്യൂച്ചർ വിഷനും എല്ലാത്തിനും പടച്ച തമ്പുരാൻ കൂടെ നിൽക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും ടൈം നമ്മോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതിന് 1000 നന്ദി. നമസ്കാരം. അസ്സലാമു അലൈക്കും. സലാം.